ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കാലത്ത് എണ്ണീറ്റ് കർട്ടൻസൊക്കെ തുറക്കുകയാണ്. രാവിലെ ആണെങ്കിലും നല്ല ഉച്ച വെയിലൊക്കെ നന്നായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗാർബേജ് കൊണ്ടുകളയാൻ പുറത്തേക്ക് പോയി. നല്ല ചൂടാണ് പുറത്ത്. പെട്ടെന്ന് തന്നെ കളഞ്ഞ് വന്നു. അതിനുശേഷം ഞാൻ ഒരു ചായ കുടിച്ചു. ജിഞ്ചർ ടീ ആണ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ക്ലീനിങ് പരിപാടിയായി. കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തു. അടിച്ചു വാരി. അതിനുശേഷം തുടച്ചു. അത് ഞാൻ ടൈം ലാപ്സിലെടുത്തതാണ് കേട്ടോ. സ്പീഡിൽ പോകുന്നത് തന്നെയാണ്. അതിനുശേഷം അപ്പോഴേക്കും ഉച്ചയാവാറായി. അപ്പം ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്യാണ്. ഡയറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ചെറിയ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കഴിക്കാം എന്ന് വെച്ചു. അപ്പോൾ ബ്രോക്കോളി ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ബ്രോക്കോളി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്യാൻ വെച്ചു. ബ്രോക്കോളി ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യാം. പക്ഷെ ക്യാപ്സിക്കം വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. അപ്പം ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞു. നീളത്തിൽ അരിഞ്ഞാൽ മതി ക്യാപ്സിക്കം. അതിനുശേഷം ക്യാരറ്റ് എടുത്തിട്ട് പീൽ ചെയ്തിട്ട് ഞാൻ അരിയാണ്. ഒരു നീളത്തിലുള്ള പീസസ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. ക്യാരറ്റ് കട്ട് ഇതൊക്കെ സിമ്പിൾ ഒരു റെസിപ്പിയാണത്. ചിക്കനും വെജിറ്റബിൾസും വെച്ചിട്ട് സാലഡ് എന്നൊക്കെ പറയാം. അങ്ങനെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു 500 grams ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ. അതിലേക്ക് കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്ത് വെച്ചു. നാരങ്ങ വെച്ചതിന് ശേഷം പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ബ്ലാക്ക് പെപ്പർ പൗഡറും ഇടാണ്. അത്ര തന്നെയുള്ളൂ. വേറെ ഒന്നും മാരിനേഷനിലില്ല. കുറച്ച് നേരം എടുത്ത് വെച്ചാൽ മതി. ശേഷം ഒരു പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു. ചിക്കൻ ആദ്യം തന്നെ ഇട്ടു. ചിക്കൻ ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ചിക്കൻ വേവണ വരെ നമുക്കിങ്ങനെ. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളവും ഒക്കെ വന്നിട്ട് അത് നന്നായിട്ട് വെന്തോളും. ചിക്കൻ വേവണ വരെ വെയിറ്റ് ചെയ്യാം. ഒരു വൈറ്റ് കളറൊക്കെ ആകുമ്പോഴേക്കും ചിക്കൻ വെന്ത പോലെ വേവും. അതായത് ബ്രസ്റ്റ് ആയതുകൊണ്ട് അധികം നേരം എടുക്കില്ല. എന്നാലും കുറച്ച് ടൈം എടുത്ത് നമുക്ക് ചിക്കൻ വേവിക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ക്യാരറ്റ്, ക്യാപ്സിക്കം ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ ഞാൻ ബ്രോക്കോളി ആഡ് ചെയ്തു. ആദ്യം ക്യാരറ്റും ക്യാപ്സിക്കം ആഡ് ചെയ്തു. പിന്നെ ബ്രോക്കോളി കട്ട് ചെയ്ത് വെച്ചിരുന്നത് ആഡ് ചെയ്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ചുകൂടി പെപ്പർ പൗഡറും സോൾട്ട്, ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടാം. പിന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ടു. എനിക്കിഷ്ടമാണ് ചില്ലി ഫ്ലേക്സ്, അപ്പോൾ അതിട്ടു. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നമ്മുടെ സോട്ടേഡ് വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ റെഡിയാണ്. അപ്പോൾ ലഞ്ചിന്ന് അതായിരുന്നു. ശേഷം പിന്നെ ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനിലിട്ടു. 44 minutes ഞാൻ റാപ്പിഡിൽ വാഷിംഗ് മെഷീനിലിട്ടു. അതിനുശേഷം ഞാൻ ഒരു 4 മണിയായപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കി വെച്ചു. അത് പ്രോട്ടീൻ ബോൾസാണ്, നട്ട്സൊക്കെ ഇട്ടിട്ട്. അതിനുശേഷം ഡിന്നറിലുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ഡിന്നറിന് ഞാൻ വെജിറ്റബിൾസ് തന്നെ ക്യാബേജ് എഗ് സ്റ്റിർ ഫ്രൈ എന്ന് പറഞ്ഞൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ക്യാബേജ് അരിയ, ക്യാരറ്റ് ഉണ്ട്, പിന്നെ സവാള,
പിന്നെ ഗാർലിക്കും വെളുത്തുള്ളിയും പിന്നെ സ്പ്രിംഗ് അനിയനും അരിഞ്ഞ് വയ്ക്കുക. ശേഷം ആദ്യം മുട്ട സ്ക്രാമ്പിൾ ചെയ്യുക. ഉപ്പും കുരുമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്താൽ മതി. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഗാർലിക്ക് ആഡ് ചെയ്യുക. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതൊന്ന് സോട്ട് ചെയ്യുക. അതൊന്ന് പച്ചമണം മാറി ഒന്ന് ഫ്രൈ ആവുമ്പോഴേക്കും നമുക്ക് സവാള ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ആവട്ടെ. വഴഞ്ഞ് വന്നിട്ട് സന്ധ്യയായിട്ടാണ്. പിന്നെ ബാക്കിയുള്ള വീഡിയോ എടുത്തില്ല. ബാക്കി വെജിറ്റബിൾസും എഗ്ഗൊക്കെ ചേർത്ത് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ചാൽ മതി. സാധനം റെഡിയാണ്. ക്യാരറ്റ് സ്റ്റിർ ഫ്രൈ. അതിനുശേഷം ഞാൻ കുറച്ച് നേരം TV കണ്ടിരുന്നു. ഇത് ദുൽഖറിൻ്റെ ഒരു മൂവിയായിരുന്നു, തമിഴ് മൂവി. ശേഷം രാത്രി നടക്കാൻ പോയി. അപ്പം അത്രേ ഉള്ളൂ.